നമസ്കാരം. ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു. 10 ദിവസത്തെ ചികിത്സയ്ക്കായാണ് നിലവിൽ അദ്ദേഹം പോയിട്ടുള്ളത്. ചികിത്സയുടെ തുടർച്ചയ്ക്കായുള്ള യാത്രയെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. പുലർച്ചെ 4 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയും ഭാര്യയും അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ സംസ്ഥാന ഭരണ നിയന്ത്രണത്തിന് മറ്റ് മന്ത്രിമാരെ ഒന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. US പ്രശസ്തമായ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രി നേരത്തെ ചികിത്സ തേടിയിരുന്നത്. ഇത്തവണയും പരിശോധനയ്ക്കും തുടർ ചികിത്സയ്ക്കുമായാണ് യാത്ര. ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. ഇന്ന് ദുബായ് വഴി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി ഒരാഴ്ച നീളുന്ന ചികിത്സയ്ക്കാണ് തയ്യാറെടുക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടിയിരുന്നു. തുടർ ചികിത്സയുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്നാണ് വിവരം. മയോ ക്ലിനിക്കിൽ മുഖ്യമന്ത്രി ചികിത്സ നേടി അതിൻ്റെ തുടർച്ചയാണിതെന്ന വിശദീകരണം എന്തായാലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിശോധന തുടരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടിയന്തരമായി യാത്ര പുറപ്പെട്ടതെന്നാണ് വിശദീകരണം. 2018 ആദ്യമായി അദ്ദേഹം ചികിത്സയ്ക്ക് പോയത്. 2022 ജനുവരി 11 മുതൽ 26 വരെയും ഏപ്രിൽ അവസാനവും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയിരുന്നു. 2018 സെപ്റ്റംബറിൽ തൻ്റെ ഒന്നാം സർക്കാരിൻ്റെ കാലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സ നടത്തിയിരുന്നത്. 2021 ജൂലൈ 7 മുതൽ 2024 ഒക്ടോബർ 3 വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി കൈപ്പറ്റിയത് 77,74,356 രൂപയാണ്. ഇക്കുറിയും സർക്കാർ ചെലവിലാകും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്ര. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ അമ്മ മരിച്ച സംഭവത്തിൽ വ്യാപകമായി പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്നത് ശ്രദ്ധേയമാണ്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി യാതൊന്നും പ്രതികരിച്ചിരുന്നില്ല. എല്ലാം മന്ത്രിമാർ പറയുമെന്ന് മാത്രമായിരുന്നു മാധ്യമങ്ങളോടുള്ള പ്രതികരണം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോയത്. അവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും ഉണ്ടായിരുന്നു. ദുരന്തമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ മന്ത്രിമാരായ VN വാസവനും വീണ ജോർജും ആളൊഴിഞ്ഞ കെട്ടിടമാണെന്ന് പറയുകയുണ്ടായി. എന്നാൽ വളരെ വൈകിയാണ് ഒരു സ്ത്രീ അതിൽ പെട്ടിട്ടുണ്ടെന്ന സംശയമുയർന്നതും പരിശോധനയിൽ പരിക്കുകളോടെ കണ്ടെത്തിയതും തുടർന്ന് തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന വീട്ടമ്മ മരണപ്പെടുന്നതും. പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. എന്തായാലും അതിഭീകരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെടുന്നത്. വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രി കോട്ടയത്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലേക്ക് സംഭവ ദിവസം എത്തിയിരുന്നത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായുള്ള ജില്ലാതല പദ്ധതി അവലോകന യോഗം ഏറ്റുമാനൂർ തെള്ളകത്ത് നടക്കുന്നതിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടാകുന്നത്. അവിടെ നിന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസവനും സംഭവ സ്ഥലത്തേക്ക് മിനിറ്റുകൾക്കുള്ളിൽ എത്തിയത്. എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TK ജയകുമാറും ആരോഗ്യവകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അവലോകന യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇവരെല്ലാവരും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മന്ത്രിമാർ വന്നതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ആരോപണം ശക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷവും പ്രക്ഷോഭങ്ങൾ ശക്തമാക്കുകയാണ്. അപകടം നടന്ന സ്ഥലം മുഖ്യമന്ത്രി സന്ദർശിച്ചില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരുമായി ചർച്ച നടത്തിയ ഉടൻ മുഖ്യമന്ത്രി ഇവിടെ നിന്നും തിരിച്ചു പോവുകയും ചെയ്തു. സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് സംഘം കരിങ്കൊടി പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് കോട്ടയത്ത് നടന്നത്. ആരോഗ്യവകുപ്പിന് മേൽ നിരന്തരമായി ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ആക്ഷേപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തുടർ ചികിത്സയ്ക്കായി പോയത്.